നമ്മൾ അടുത്ത പ്രൊഡക്റ്റായിട്ട് ഏത്തക്ക ബനാന പൗഡർ ഒരു 1/2 കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട്. അരിഞ്ഞുണങ്ങി പൊടിച്ച് പാക്കാക്കി കാണിക്കുന്നതാണ്. കർഷകര് ഇത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. നല്ല പ്രോട്ടീൻ പൗഡർ ആക്കി ഒട്ടന വരും പാക്ക് ചെയ്ത് റെഡിയാക്കി 1/2 കിലോ ആണ് എടുത്തേക്കുന്നത്. എത്ര പൊടി കിട്ടും നമുക്ക് നോക്കാം. നമുക്ക് വാഴക്കയുടെ തൊലി പൊളിക്കാം. പൊളിച്ചതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കുക. കായ വറുത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ലൈസറിൽ ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേപോലെ കിട്ടും. ഇനി ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യാം. അതിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒന്നിനൊന്നും മുട്ടാതെ അടുക്കി വയ്ക്കാം. ഇത് നമുക്ക് മെഷീനിലേക്ക് വെക്കാം. 3 തട്ടാണ് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. 3 തട്ട് ഓരോന്നോരോന്നായി നമ്മൾ മെഷീനിലേക്ക് വെക്കുവാണ്. നമുക്കിത് അടയ്ക്കാം. മെഷീൻ സെറ്റ് ചെയ്യുന്നു. നമ്മൾ 10 മണിക്കൂറാണ്. 70 ഡിഗ്രിയാണ് മാക്സിമം. നമ്മൾ 60 ഡിഗ്രി ചൂടിൽ 10 മണിക്കൂർ. പൊടിച്ചെടുക്കാൻ പോകുന്നു അല്ലേ? നല്ലതായിട്ട് നല്ല കളറുണ്ടല്ലേ? നൈസായിട്ട് പൊടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മുടെ ഡീഹൈഡ്രേഷൻ ഉണങ്ങാനാണെങ്കിൽ തന്നെ 60 ഡിഗ്രി ചൂടിൽ നമുക്ക് 7 മണിക്കൂർ കൊണ്ട് നല്ല പൊരിയായിരിക്കും അല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1/2 കിലോ കായാണ് എടുത്തത്. പച്ചക്കായ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുവാണ്. 100 ഗ്രാം 500 ഗ്രാമിന് 100 ഗ്രാം 5-1 നമുക്ക് കിട്ടിയത്. അപ്പൊ അത് ഇങ്ങനെ കാണിക്കാതെ ഇങ്ങനെ ആവാതെ നമുക്ക് നല്ല കണ്ടെയ്നറുകൾ കൊടുക്കാം. സ്റ്റാൻഡേർഡ് ആയിട്ട് കുട്ടികളെ കൊടുക്കാനാണ്. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ചില്ലിന്റെ കുപ്പിയിൽ കൊടുക്കാം. 2 പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് കുപ്പികളിലേക്ക് നിറയ്ക്കാം. കുപ്പിക്ക് 200 ഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പൊടി 100 ഗ്രാം പൊടി. ഏത്തക്കായ ഒന്നുകിൽ നമുക്ക് ഡീഹൈഡ്രേറ്ററിൽ ഉണക്കാം, അതല്ലെങ്കിൽ വെയിലത്തുണക്കിയും ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പരിപാടിയാണ്. വാഴകൃഷിയൊക്കെ ഉള്ളവർ എന്തായാലും ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി ഒരുപാട് ഇതുപോലുള്ള വീഡിയോകളുമായി കർഷകരുടെ കൂട്ടായിട്ട് അങ്ങനെ ഉണ്ടാവും. പിന്നെ വരുന്നതായിരിക്കും. അപ്പൊ നല്ല പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.